ഈ വണ്ടിയും കൊണ്ടിട്ട് നമുക്ക് മലയും കുന്നും ഒക്കെ കയറാൻ പറ്റും. അതായത് ഇതൊരു ഓൾ വീൽ ഡ്രൈവിലെയും 4x4 വാഹനമായതുകൊണ്ട് തന്നെ ഏത് കുന്നും മലയും എല്ലാം നിഷ്പ്രയാസം കയറാൻ കഴിയും. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. ഈ ബാഗിൽ കാണുന്ന വണ്ടി ഉണ്ടാ, ഇത് ആര്യയാണ്. ആര്യ എന്ന് പറഞ്ഞാൽ 4x4 ആണ് വണ്ടി കേട്ടോ. 4x4 എന്ന് പറഞ്ഞാൽ ഇപ്പം 4 വീൽ ഡ്രൈവ് വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഈ വണ്ടിയും കൊണ്ടിട്ട് നമുക്ക് മലയും കുന്നും ഒക്കെ കയറാൻ പറ്റും. അതായത് ഇതൊരു ഓൾ വീൽ ഡ്രൈവിലെയും 4x4 വാഹനമായതുകൊണ്ട് തന്നെ ഏത് കുന്നും മലയും എല്ലാം നിഷ്പ്രയാസം കയറാൻ കഴിയും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഇല്ല, അങ്ങനൊന്നുമല്ല. ഇത് 4x4 ഓൾ വീൽ ഡ്രൈവ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം ഇത്തിരി മോശം ടെറൈനിലും കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റോഡ് ഗ്രിപ്പ് കിട്ടാനും കൂടിയിട്ടാണ്. നമ്മളെ ബൊലീറോ ഒക്കെ കൊണ്ടുപോയി നമ്മൾ വലിയ കുന്നും മലയൊക്കെ ആയിട്ട് നടക്കൊന്നും ഇതിനെ പറ്റത്തില്ല. അത്യാവശ്യം സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനും, ഇപ്പോൾ ചെളിയാവട്ടെ മഞ്ഞാവട്ടെ അല്ലെങ്കിൽ അത്യാവശ്യം റോഡില്ലാത്ത ഭാഗങ്ങൾ, റോഡില്ലാത്ത കുന്നും കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെയുള്ള വണ്ടി ഒരു 4x4 അല്ലാതെ പെട്ടുപോകാൻ സാധ്യതയുള്ള റിയൽ വീൽ ഡ്രൈവോ ഫ്രണ്ട് വീൽ ഡ്രൈവോ മാത്രമുള്ള അല്ലെങ്കിൽ 4x2 മാത്രമുള്ള വാഹനങ്ങൾ പോയാൽ പെട്ടുപോകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് തീർച്ചയായിട്ടും ആര്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചും ഗിയറിനെ കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഗിയറിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. വടവണ്ടാരമായിട്ടുള്ള വലിയൊരു ഗിയർ ബോക്സാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഗിയർ ബോക്സ് ഒന്ന് നോക്കാം. അപ്പം ഈ കാണുന്നതാണ് നമ്മളെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സ്. ഈ ഒരു ഗിയർ ബോക്സ് വന്നിട്ട് ഏകദേശം 4-4.5 അടിയോളം നീളം വരുന്ന ഒരു ഗിയർ ബോക്സാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന ഒരു സാധനമാണ് ഈ ഒരു ഗിയർ ബോക്സ്. നമ്മൾ 4 വീൽ ഡ്രൈവിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങളിതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. ഇത് റിയൽ വീൽ ഡ്രൈവിലേക്ക്, ഈ ഒരു ഭാഗം റിയൽ വീൽ ഡ്രൈവിലേക്കാണ് പോകുന്നത്. അത് കണക്കിന് ഈ കാണുന്ന ഭാഗം കണ്ടോ, ഈ ഭാഗം ഫ്രണ്ട് വീൽ ഡ്രൈവിലേക്കാണ് പോകുന്നത്. അതായത് ഫ്രണ്ടിലെ ഹൗസിങ്ങിലേക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പോകുന്നു. അതുപോലെ തന്നെ റിയൽ വീൽ ഡ്രൈവിലേക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പോകുന്നു. ഈ കാണുന്ന ഗിയർ ബോക്സ് ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അഡാപ്റ്റേര എന്ന് പറയുന്ന മോഡലുകളിൽ ഗിയർ ബോക്സ് വർക്കാവുന്ന രീതി എന്ന് വെച്ചാൽ TOD, ട്രാക്ഷൻ ഓൺ ഡിമാൻഡ് എന്നുള്ള സെറ്റപ്പിലാണ്. അതായത് വാഹനത്തിൻ്റെ ഏതെങ്കിലും വീലുകൾക്ക് കൂടുതൽ ടോർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വീലുകളിലേക്ക് ടോർക്ക് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് TOD, ട്രാക്ഷൻ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നൊരു സെറ്റപ്പ് വരുന്നത്. ഈ ഒരു സെറ്റപ്പ് വർക്ക് ചെയ്യുന്നത് പൂർണ്ണമായും ഇലക്ട്രോണിക് കൺട്രോൾഡ് ആയിരിക്കും. ഈ ഒരു ഗിയർ ബോക്സിനെ സംബന്ധിച്ച് ഗിയർ ബോക്സിൽ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റുകൾ വരുത്തില്ല എന്നുണ്ടെങ്കിലും പൊതുവേ കണ്ടുവരുന്ന ചില ന്യൂനതകൾ, ഫസ്റ്റ് ഗിയറിലെ ഹാർഡ്നെസ്, അത് കണക്ക് റിവേഴ്സ് ഇടുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട്, പിന്നെ ഈ ഇലക്ട്രോണിക് സംവിധാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ TOD വർക്ക് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ അഡാപ്റ്റേറ്റയുടെ ഇലക്ട്രോണിക് സംവിധാനം, ഇതിപ്പം ലിവർ അല്ല വരുന്നത്, ഇലക്ട്രോണിക്കലി സ്വിച്ചാണ് വരുന്നത്. 4x2 മാറ്റാനും അതിൽ നിന്ന് 4x4 മാറ്റാനുള്ള സ്വിച്ചുകളും കാര്യങ്ങളും വരുന്നത്. ഓട്ടോമാറ്റിക്കലി 4x4 അതായത് ഈ പറഞ്ഞ കണക്ക് ഫ്രണ്ട് വീൽ സ്ലിപ്പ് ആവുകയാണെങ്കിൽ ഫ്രണ്ട് വീലിലേക്ക് ഡ്രൈവ് എത്തിക്കുക, അത്തരത്തിലുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട്. ആ സംവിധാനങ്ങൾക്ക് പഴകും തോറും തകരാറ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ 4x4 ആര്യ കിട്ടി അല്ലെങ്കിൽ 4x4 ആര്യ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ചാടിക്കറി അടിക്കുകയാണെങ്കിൽ ഈ ഗിയർ ബോക്സ് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ക്ലച്ചിൻ്റെ സൈഡൊക്കെയാണ്. അത് മനസ്സിലാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചില്ലറ അത്യാവശ്യം നല്ല രീതിയിൽ ചിലവാകും. ഈ ഒരു ഗിയർ ബോക്സ് 2 പാർട്ടായിട്ടാണ് വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് 4x4 സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഭാഗം. അതായത് ഫ്രണ്ട് വീൽ ഡ്രൈവിലേക്കും ബാക്ക് വീൽ ഡ്രൈവിലേക്കും ഡ്രൈവിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഭാഗം. ബാക്കി ഈ വരുന്ന ഭാഗം മൊത്തം നമ്മുടെ സാധാ ഗിയർ ബോക്സ് കണക്ക് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ്. ഇതിൽ വരുന്ന ക്ലച്ച് സെറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ മാസ് ഫ്ലൈ വീലോട് കൂടി വരുന്ന ഒരു ക്ലച്ച് സംവിധാനമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലച്ച് മാറുന്ന സാഹചര്യങ്ങൾ, ഇതിന് സാധാരണഗതിയിൽ ഡ്യുവൽ മാസ് ഫ്ലൈ വീൽ വരുന്ന വാഹനങ്ങളിൽ ക്ലച്ച് മാറുമ്പോഴത്തേക്ക് ഡ്യുവൽ മാസ് ഫ്ലൈ വീലും കൂടെ മാറേണ്ട സാഹചര്യം വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സാഹചര്യം വരാറെന്നല്ല, നിർബന്ധമായിട്ട് മാറണം എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഏകദേശം ഒരു 40,000 രൂപയുടെ മുകളിൽ വരെ സ്പെയർ പാർട്സിന് ചിലവ് വരും. അതായത് ജസ്റ്റ് ഒരു ക്ലച്ച് സെറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഡ്യുവൽ മാസ് ഫ്ലൈ വീല് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യമാണ്. ഇത് കിട്ടാനും ഒരല്പം പ്രയാസമാണ്. ഓർഡർ ചെയ്ത് കുറച്ച് കാത്തിരിക്കേണ്ടി വരും. അതിന് പരിഹാരമായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ജെർക്കിങ് കാര്യങ്ങളും കുറയ്ക്കാനായിട്ട്, വളരെയധികം കുറയ്ക്കാനായിട്ടാണ്, യാത്രാസുഖം കൂട്ടാനായിട്ടാണ് ഈ ഒരു ഡ്യുവൽ മാസ് ഫ്ലൈ വീൽ സംവിധാനം കമ്പനി നൽകിയേക്കുന്നത്. നമുക്കത് സിംഗിൾ മാസ് ഫ്ലൈ വീലിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഡ്യുവൽ മാസ് ഫ്ലൈ വീല് കസ്റ്റമർ സാമ്പിളിനായിട്ട് എടുത്തുകൊണ്ട് പോയിക്കുകയാണ്, അല്ലെങ്കിൽ കാണിച്ചിടാമായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേക ഷേപ്പിലാണ്, പ്രത്യേക ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡ്യുവൽ മാസ് ഫ്ലൈ വീലിൻ്റെ സർഫസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് സിംഗിൾ മാസ് ഫ്ലൈ വീലിലേക്ക് മാറ്റിയിട്ട് അതിന് അനുസൃതമായിട്ടുള്ള ക്ലച്ച് സെറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കറക്റ്റ് ചെയ്ത്
കൊണ്ട് നടക്കാൻ പറ്റും. പക്ഷേ ചെറിയ രീതിയിലുള്ള ജെർക്കിങ്, അത് ഓട്ടിക്കുന്ന ആളുടെ ഒരു രീതി അനുസരിച്ച് ആ ജെർക്കിങ് എത്രത്തോളം വണ്ടിയിലേക്ക് കിട്ടും എന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം. അതായത് അത്യാവശ്യം നോക്കിക്കൊണ്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ കുഴപ്പമില്ല, ടപ്പ് എന്ന് പറഞ്ഞ് കാലെടുത്ത് ഓട്ടിക്കുകയാണെങ്കിൽ ആ ഒരു ജെർക്കിങ് കൂടുതലായിട്ട് വണ്ടിയിലേക്ക് കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം വലിയ വിഷയങ്ങളൊന്നുമില്ല. നമുക്കത് സിംഗിൾ മാസ് ഫ്ലൈ വീലിലേക്ക് മാറ്റാൻ പറ്റും. അതായത് നമ്മുടെ സാധാ ഫ്ലൈ വീലും നമ്മളുടെ സാധാ ക്ലച്ച് സെറ്റും എന്നുള്ള സെറ്റപ്പിലേക്ക് മാറ്റാൻ പറ്റും. മുൻഭാഗത്തേക്ക് വീലുകളിലേക്ക് ഡ്രൈവ് എത്തിക്കുന്നത് ഒരു CV ആക്സിൽ വഴിയാണ്. ഈ CV ആക്സിൽ ചെന്ന് കയറുന്നത് ഇതിൻ്റെ ഒരു ഹൗസിംഗ് ഫ്രണ്ട് ഹൗസിംഗ് യൂണിറ്റിലേക്കായിരിക്കും. പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് സാധാ രീതിയിലുള്ളൊരു ഹൗസിംഗ് സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഈ കാണുന്ന ചെറിയ ആക്സിൽ വരുന്നതെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് വീൽ ഡ്രൈവിലാണ് വരുന്നത്. പിൻഭാഗത്തേക്ക് വരുന്നത് ഈ ഒരു വലിയ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു വലിയ ജോയിൻ്റ് ആയിരിക്കും പിൻഭാഗത്തേക്ക് ഡ്രൈവിനായിട്ട് കൊടുത്തേക്കുന്നത്. 147 BHP വരുന്ന 320 Nm ടോർക്ക് വരുന്ന 2179 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു 4 സിലിണ്ടർ ഇൻലൈൻ ലിക്വിഡ് കൂൾഡ് CRD എഞ്ചിനാണ് ഈ കാണുന്നത്. അതായത് നമ്മളെ സാധാ ഡൈക്കോർ എഞ്ചിൻ. ആ ഒരു ഡൈക്കോർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഡൈക്കോർ എഞ്ചിൻ വെച്ചാൽ നമ്മളെ ടാറ്റ സുമോ ഡൈക്കോറിലും അതിനങ്ങനെ സഫാരി ഡൈക്കോറിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും കമ്പനി നൽകിയേക്കുന്നത്. സാധാരണ ഡൈക്കോർ എഞ്ചിന് വരുന്ന പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും എല്ലാം തന്നെ ഈ ഒരു എഞ്ചിനും ഉണ്ട് എന്നുള്ളതാണ്. അത് കണക്ക് തന്നെ 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലോഡ് കൂടുതൽ എപ്പോഴും എടുക്കുന്ന ഒരു എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ സർവീസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് പക്കായിരിക്കണം. ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ്, ഈ ഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ടൈമിംഗ് ബെൽറ്റിൻ്റെ സർവീസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പൊതുവേ എല്ലാ വാഹനത്തിൻ്റെയും കാര്യം തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടൈമിംഗ് ബെൽറ്റ്, ടെൻഷനർ, അത് കണക്കിന് വാട്ടർ പമ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുള്ളികൾ എല്ലാം തന്നെ നിർബന്ധമായിട്ടും മാറണം. അല്ലാതെ ടൈമിംഗ് ബെൽറ്റ് മാത്രം മാറിയിട്ട് ഒരു കാര്യവുമില്ല. ഇതിപ്പം നമ്മൾ ടർബോ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചേക്കുന്ന ഒരു വാഹനമാണ്. ഏകദേശം 2 ടണ്ണോ അതിനടുപ്പിച്ചോ വെയിറ്റ് ഉള്ള ഒരു വാഹനമാണ് ഈ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ 4x4 ആര്യ എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വാഹനത്തിന് പ്രത്യേകിച്ച് ഓഫ് റോഡിലും കൂടെ കയറുമ്പോഴത്തേക്ക് ഇപ്പം കുറച്ച് കൂടുതൽ സ്ട്രഗിൾ എടുക്കേണ്ടി വരും തീർച്ചയായിട്ടും ഈ കാണുന്ന 2.2 ഡൈക്കോർ എഞ്ചിന്. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ ഈ ഒരു എഞ്ചിന് വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കൃത്യസമയത്ത് സർവീസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഭീമമായ രീതിയിൽ നഷ്ടം വരാനോ അല്ലെങ്കിൽ കൂടുതൽ പൈസ ചിലവാക്കി നിരന്തരം റിപ്പയർ എന്ന് പറഞ്ഞ് നടക്കേണ്ട ഒരു സാഹചര്യമോ ഈ ഒരു എഞ്ചിന് വരാം. ഈ കാണുന്നത് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ മൗണ്ടിങ് ആണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ഡാമേജ് ആവുന്ന സാധനമാണ്. ഒത്തിരി അത്യാവശ്യം നല്ല പൊക്കം വരുന്നൊരു സാധനമാണ്. അതായത് ഫോട്ടോ കൊടുത്തേക്കാം. അപ്പോൾ ഈ സാധനമൊക്കെ വളരെ പെട്ടെന്നായിട്ട് ഡാമേജ് വരും. അത് കണക്ക് തന്നെ കൊണ്ട് നടക്കുന്നത് വലിച്ചു കുറച്ച് ഓടിച്ചു കൊണ്ട് നടക്കുക, ചുമ്മാ എന്താ പറയുക, ഒരു പക്വതയില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഒരു കാരണവശാലും ആര്യ 4x4 എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങൾ മര്യാദയ്ക്ക് മാന്യമായ രീതിയിൽ ഉപയോഗിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആര്യ എടുക്കാൻ പാടുള്ളൂ. അതായത് ഒരു 4x4 ആര്യ എടുക്കാൻ പാടുള്ളൂ. പണ്ട് കാലത്തെ പരസ്യങ്ങളും മറ്റൊക്കെ കണ്ടിട്ട് വണ്ടി കൊണ്ടുപോയി വെള്ളത്തിലിറക്കി ഓട്ടിക്കാനൊന്നും ശ്രമിക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ. മറ്റൊന്നും കൊണ്ടല്ല, കുറേ പഴകി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റബ്ബർ ഭാഗങ്ങളൊക്കെ, അതായത് സോക്കറ്റിൻ്റെ ഇടയിൽ റബ്ബർ ഭാഗങ്ങളൊക്കെ ഡാമേജ് വന്നിട്ട് ഉള്ളിലേക്ക് വെള്ളം കയറാനോ ഷോർട്ട് ആവാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ആര്യയൊക്കെ എടുത്തിട്ട് വെള്ളമൊക്കെ കാണുമ്പോൾ വണ്ടി 4x4 കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കൊണ്ട് ഇറക്കരുത്. പണി കിട്ടുകയാണെങ്കിൽ അത് നല്ല 8ൻ്റെ പണിയാവും. ഈ ഒരു വാഹനത്തിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ പമ്പ് സൈഡും ഇഞ്ചക്ടർ സൈഡൊക്കെ ആയിരിക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ എയർ കയറുന്ന ഒരു, അല്ലെങ്കിൽ ഡീസലൊക്കെ തീരുക, അങ്ങനെയുള്ള സാഹചര്യം വരിക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡീസൽ ഫിൽറ്റർ മാറാതെ കൂടുക, അങ്ങനെയുള്ള എന്ത് രീതിയിലുള്ള ഒരു നമ്മളെ ഒരു മോശം പ്രവൃത്തിയും അല്ലെങ്കിൽ വണ്ടിക്ക് നെഗറ്റീവ് ഉണ്ടാകുന്നൊരു പ്രവൃത്തിയും ഇതിൻ്റെ പമ്പിനെയും അത് കണക്ക് തന്നെ ഇഞ്ചക്ടറിനെയും പെട്ടെന്ന് ബാധിക്കാറുണ്ട്. അത് നല്ല രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അത് കണക്ക് തന്നെ ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ കൊണ്ടിറക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ഈ ഒരു വാഹനത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട്. ഒരു 4x4 വാഹനമെന്ന് വിചാരിച്ചിട്ട് മല കയറാനൊന്നും പറ്റുന്നൊരു സാധനമൊന്നുമില്ല. സാധാ രീതിയിലുള്ള ഒരു ഓഫ് റോഡ് പർപ്പസ് മാത്രമേ, ഒരു നോർമൽ ഓഫ് റോഡ് പർപ്പസ് മാത്രമേ ഈ ഒരു വാഹനത്തിനെ കൊണ്ട് നമുക്ക് പറ്റുള്ളൂ. അത് കണക്ക് തന്നെ റോഡ് പ്രസൻസും റോഡ് ഗ്രിപ്പൊക്കെ അപാരമായിരിക്കും. നമ്മൾ പല വീഡിയോസിലും പല വാഹനങ്ങളിലും, ടാറ്റയുടെ തന്നെ പല വീഡിയോസിലും പല വാഹനങ്ങളിലൊക്കെ 2.2 ഡൈക്കോറിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് എടുത്ത് റെഫർ ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് മറ്റു വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ടാറ്റ ആര്യ 4x4 അത്യാവശ്യം ഗിയറിൻ്റെയും എഞ്ചിൻ്റെയും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങളൊരു വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലോ നിങ്ങളുടെ കയ്യിൽ വാഹനമുണ്ടെങ്കിലോ വളരെ സൂക്ഷിച്ച് ഗൗരവമായിട്ട് തന്നെ ഈ ഒരു വാഹനം കൈകാര്യം ചെയ്യുക. നല്ല വണ്ടിയാണ്, യാത്രാസുഖവും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്, അത്യാവശ്യം മാന്യമായ മൈലേജും ഒക്കെ ലഭിക്കുന്ന ഒരു വാഹനമാണ്.
എന്നാൽ തന്നെയും നമ്മൾ ആ ഒരു വാഹനത്തിൻ്റെ പഴക്കം കൊണ്ടും അത് കണക്കിന് നമ്മുടെ ഉപയോഗ രീതി കൊണ്ടൊക്കെ പ്രശ്നങ്ങൾ വരുന്ന അല്ലെങ്കിൽ നമുക്ക് നിരന്തരം സാമ്പത്തിക ചിലവ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു വാഹനം കൂടിയാണ്. അതൊക്കെ മനസ്സിലാക്കി എടുക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു വാഹനം എങ്ങനെയായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.